യെസ്, ബി.ജെ.പിയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബീൻ ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ശ്രീകാന്തിലേക്ക് വീണ്ടും. ശ്രീകാന്ത്, ആ വരുന്നത് നിതിൻ നബീൻ ആണോ? നിതിൻ നബീനാണോ വരുന്നത്? അല്ല, നിതിൻ നബീൻ തൊട്ടു പിന്നാലെ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. നിലവിൽ ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൃഷ്ണരാജ്, നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ളത് നിതിൻ നബീൻ അല്ല, അദ്ദേഹത്തിന് വേണ്ടി കാത്ത് നിൽക്കുകയാണ്. രേഖാ ഗുപ്ത അടക്കമുള്ളവർ നിതിൻ നബീനെ എയർപോർട്ടിൽ പോയി സ്വീകരിച്ച ആളുകളാണ്. അവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് അല്പസമയത്തിനകം നിതിൻ നബീൻ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ എത്തിച്ചേരേണ്ടതായിരുന്നു. 11 മണിയോടുകൂടി അദ്ദേഹം എത്തേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിമാനത്തിൻ്റെ സമയം 11 മണിയായിരുന്നു. അതനുസരിച്ചാണ് അദ്ദേഹത്തിന് സ്വീകരണം ഇവിടെ ഒരുക്കിയിരുന്നതും. പക്ഷേ അത് നീണ്ടുപോയി. ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ വലിയ തണുപ്പും മൂടൽമഞ്ഞും ഈ പുകമഞ്ഞും ഉള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. നിരവധി വിമാനങ്ങൾ റദ്ദാക്കുന്ന കാഴ്ച രാവിലെ നമുക്ക് കാണാനും സാധിച്ചു. അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. രേഖാ ഗുപ്ത കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 27 വർഷത്തിന് ശേഷം ഡൽഹി BJP തിരികെ പിടിച്ചപ്പോൾ അന്നും നിതിൻ നബീൻ്റെ കഥ പറയുമ്പോൾ അതുകൂടി ഒന്ന് പറഞ്ഞു പോകണം. അന്നും പറഞ്ഞു കേട്ട പേരുകൾ പല പേരുകളായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അന്നും ഈ പാർട്ടി ഒരു ഊഹാപോഹങ്ങൾക്കും വഴി നൽകാതെ പറഞ്ഞു കേട്ട മുഴുവൻ പേരുകളും അസ്ഥാനത്താക്കിക്കൊണ്ട് രേഖാ ഗുപ്തയെ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. രേഖാ ഗുപ്ത ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിതിൻ നബീൻ്റെ കടന്നുവരവ് ഇനി അധികം താമസിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വീണ്ടും കേന്ദ്ര കാര്യാലയത്തിൻ്റെ ഗേറ്റുകൾ തുറക്കുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം കടന്നു വരാനുള്ള സമയം ഒരുപക്ഷെ ആയിട്ടുണ്ടാകണം എന്നാണ് കരുതുന്നത്. അതായത് കൃഷ്ണരാജ്, നേരത്തെ കൃഷ്ണരാജ് ഈ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പുകളുടെ കാര്യം മാത്രമാണ് പറഞ്ഞു പോയത്. പക്ഷേ ഈ സംഘടന കെട്ടിപ്പടുക്കുന്ന കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് ചെയ്യേണ്ടതുണ്ട്. കാരണം പല സംസ്ഥാനങ്ങളിലും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പല രീതിയിൽ ഈ രാജ്യം തന്നെ ഭീഷണി നേരിടുന്ന, ദേശീയതയ്ക്കെതിരായി പോലും ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ വടക്ക് കിഴക്കുള്ള പാർട്ടികളെല്ലാവരും കൂടി ചേർന്ന് ഈ നോർത്ത് ഈസ്റ്റ് പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ പാർട്ടിയായി മാറി അത് ദേശീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ അണിനിരക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു കനത്ത വെല്ലുവിളി കൂടിയാണ്. ഈ പശ്ചാത്തലത്തിൽ അവിടേക്ക് ഈ നോർത്ത് ഈസ്റ്റിലേക്ക് പാർട്ടിയുടെ സ്വാധീനം ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മറ്റൊന്ന് കേരളം പോലെയുള്ള സ്ഥലം, കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സ്ഥലങ്ങൾ, തെക്കേ ഇന്ത്യയിലേക്ക് ഈ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കാലത്തെയും വലിയ സ്വപ്നമാണ്. ഒന്നോർക്കണം, ഒരു നഗരസഭ BJP കേരളത്തിൽ പിടിച്ചപ്പോൾ BJPയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേരള BJPയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്യുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ട്വീറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ ട്വീറ്റ് ചെയ്യുന്നു. അതായത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, വിശേഷിച്ച് കേരളമടക്കമുള്ളവ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ പാർട്ടിക്ക്, BJPക്ക് എന്നുള്ളത് അതിലൂടെ തന്നെ വ്യക്തമാണ്. ഒരു കോർപ്പറേഷൻ പിടിച്ചപ്പോൾ അങ്ങേയറ്റം ആഹ്ലാദം അലതല്ലിയെങ്കിൽ BJP കേരളത്തെ എത്രയധികം പ്രധാനപ്പെട്ടതായാണ് കാണുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാകും. ആ സംസ്ഥാനങ്ങളിലേക്ക് കൂടി കടന്നു കയറുക എന്നുള്ളത്, പാർലമെന്ററി രംഗത്ത് കടന്നു കയറുക, ഒപ്പം തന്നെ സംഘടന കെട്ടിപ്പടുക്കുക എന്നുള്ളതും BJP നിയുക്ത വർക്കിംഗ് പ്രസിഡന്റിൻ്റെ ചുമതലയാണ്. ഇപ്പോഴിതാ നേതാക്കൾ എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൽ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അതായത് നിതിൻ നബീനെ സ്വീകരിച്ച് അകത്തേക്ക് പോകുന്നതിന് വേണ്ടി, ഉള്ളിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ നേതാക്കളെല്ലാം തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം അധികം വൈകാതെ എത്തും എന്ന് കരുതാം. യെസ്, BJPയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബീൻ അല്പസമയത്തിനകം ചുമതലയേൽക്കും. അല്പം മുമ്പ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അടക്കമുള്ളവർ അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അതായത് രേഖാ ഗുപ്ത
ഇദ്ദേഹത്തെ വിമാനത്താവളത്തിൽ പോയി സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തൊട്ടു പിന്നാലെ നിതിൻ നബീൻ അവിടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. 4 തവണ MLA ആയിരുന്നു. 4ാം വട്ടം ജയിച്ചു കയറിയപ്പോൾ മന്ത്രിസ്ഥാനം നൽകുന്നു. അവിടെ നഗരവികസനം പൊതുമരാമത്ത് മന്ത്രിയാണ് ബീഹാറിൽ. നോക്കൂ ശ്രീകാന്ത്, ഇതിൽ ഒരു ആകസ്മികതയുണ്ട്. നേരത്തെ നമ്മൾ ഇതുമായി സാമ്യപ്പെടുത്തിയ നിതിൻ ഗഡ്കരി, അദ്ദേഹം കേന്ദ്രമന്ത്രിയായ ശേഷം അറിയപ്പെട്ട ഈ ഭാരതത്തിലുടനീളം റോഡുകളും പാലങ്ങളും കൊണ്ടുവന്ന് ഗതാഗത സംവിധാനത്തെ ആകെ മാറ്റിമറിച്ചൊരു വിപ്ലവ നായകനാണ്. ഇവിടേക്ക് അതുപോലൊരാൾ കടന്നു വരുന്നത് ബീഹാറിൽ പൊതുമരാമത്തും നഗരവികസനവും ഏൽപ്പിക്കപ്പെട്ട ഒരാൾ കൂടിയാണ്. അങ്ങനെയും ഒരു സാമ്യത പ്രകടമാണ് അല്ലേ? അപ്പോഴതാ ഒരു നാഗ്പൂരുകാരൻ കടന്നു വരികയാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയെ നയിക്കാൻ ഒരു നാഗ്പൂരുകാരൻ കടന്നു വരികയാണ്. അവിടെ നഗരവികസന മന്ത്രിയൊക്കെ ഒരു നാഗ്പൂരുകാരൻ കടന്നു വരികയാണ്. അവിടെ നഗരവികസന മന്ത്രിയൊക്കെയായിരുന്ന, പൊതുമരാമത്തിന്റെ ചുമതലയുണ്ടായിരുന്ന, അവിടെ ഫ്ലൈ ഓവർ ബ്രിഡ്ജുകൾ നിർമ്മിച്ച് അവിടുത്തെ വികസനത്തിന്റെ നേതാവെന്ന് വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന, മഹാരാഷ്ട്ര മാധ്യമങ്ങൾ മാത്രം വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന ഒരാൾ, അദ്ദേഹം BJPയുടെ ദേശീയ അധ്യക്ഷനായ ആ ഘട്ടത്തിൽ കടന്നു വരികയാണ്. അത് ആരാണ് എന്ന ചോദ്യം അന്ന് മുഴുവൻ ഉയർന്നിരുന്നു. ഈ നാഗ്പൂരിൽ ഉണ്ടായിരുന്ന ഒരു RSSകാരൻ, RSS പശ്ചാത്തലമുള്ളയാൾ ഈ രാജ്യം മുഴുവൻ ഈ പാർട്ടിയെ എങ്ങനെ കൊണ്ടു നടക്കും എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. ഇത് ആരാണ്, ഞങ്ങൾ ഡൽഹിയിലെങ്ങും കണ്ടിട്ടില്ലല്ലോ എന്ന സംശയം മാധ്യമങ്ങളും ഉയർത്തിയിരുന്നു. പിന്നെ കണ്ടത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയുടെ പടുകൂറ്റൻ വിജയത്തിന് അടിത്തറയിടുന്ന നിതിൻ ഗഡ്കരിയെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നമ്മുടെ കേരളത്തിലടക്കം നിതിൻ ഗഡ്കരി എന്ന് പറയുമ്പോൾ 100 നാവാണ് അവിടുത്തെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ എതിരാളികൾക്കും പോലും. അപ്പോൾ ഓർക്കേണ്ടത് BJPയുടെ ആവനാഴിയിൽ ഇതുപോലെ അനേകായിരം അസ്ത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. BJPയുടെ നേതൃത്വത്തിന്റെ കണ്ണിൽ, BJP നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഇത്തരക്കാർ വളർന്നു വരുന്നുണ്ട്. സമയമാകുമ്പോൾ ഓരോന്നായി BJP എടുത്ത് പ്രയോഗിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന ചോദ്യം പലകുറി നമ്മൾ കേട്ടതാണ്. പക്ഷേ അതിനുശേഷം ആര് എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരം ഇതേ BJPക്ക് ഉണ്ടാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. നിതിൻ നബീനെ കണ്ടെത്താൻ കഴിഞ്ഞ BJPക്ക്, അപ്രതീക്ഷിതമായി പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന BJPക്ക് അതിനും വലിയ പ്രയാസമില്ലാതെ നടക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. നിതിൻ നബീൻ 45 വയസ്സുകാരൻ, ബീഹാറിന്റെ പുത്രൻ, ഇതാ അവിടുത്തെയും റോഡ് ഗതാഗതത്തിൻ്റെയും റോഡ് വികസനത്തിൻ്റെയും ഒക്കെ മന്ത്രിയായിരുന്ന വ്യക്തി BJPയെ നയിക്കുന്നതിന് വേണ്ടി എത്തുന്നു. ഇതാരാണ് ഈ വ്യക്തി? ബീഹാറിൽ നിന്ന് വരുന്നയാളാണ്, മുൻപ് കണ്ടിട്ടില്ലല്ലോ എന്ന അതേ ചോദ്യം ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കൊടുക്കാനുള്ള മറുപടി നിങ്ങളുടെ പൂർവികരോട് ചോദിച്ചു നോക്കിയാൽ മതി. നിതിൻ ഗഡ്കരി വരുമ്പോൾ നിങ്ങളുടെ പൂർവികർ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് നിങ്ങൾ ഇന്ന് ചോദിക്കുന്നത്. നിതിൻ ഗഡ്കരി പ്രവൃത്തിയിലൂടെ മറുപടി അതിന് നൽകി. ഇതാ നിതിൻ നബീനും ആ പ്രവൃത്തിയിലൂടെ തന്നെ മറുപടി നൽകും. ഇതാണ് BJP നേതൃത്വം പറയുന്നത്. ഇതാ ആഘോഷം, മുദ്രാവാക്യം വിളികൾ, ആഘോഷം അതങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. കാരണം തലമുറ മാറ്റം ഒരു ഉത്സവാന്തരീക്ഷത്തിൽ ആഘോഷിക്കുകയാണ് BJP. ശരി, നിതിൻ നബീൻ അല്പസമയത്തിനകം ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കും. ഇത് ഒരു തലമുറ മാറ്റത്തിൻ്റെ കാഴ്ചയാണ്. നോക്കൂ, ഇന്നലെ വരെ നമ്മൾ അറിയാതിരുന്ന ഒരാൾ, മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റാത്ത ഒരാൾ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തലനീട്ടിക്കൊടുക്കാത്ത ഒരാൾ അണിയറയിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു. വികസനത്തിൻ്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നുണ്ടായിരുന്നു. ആസൂത്രണം ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഒരാൾക്ക് പ്രാദേശിക പാർട്ടികൾക്ക് ശക്തിയുള്ള സംസ്ഥാനത്ത് 4 വട്ടം തുടരെ ജയിക്കാൻ അത്ര എളുപ്പമല്ല. എന്നിട്ട് കൂടി
തുടരെ ജയിച്ചു വന്ന് ഒടുവിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വലിയ പദ്ധതികൾ ആവിഷ്കരിച്ച് സ്വന്തം മണ്ഡലത്തിൽ നടപ്പിലാക്കി ജനശ്രദ്ധ നേടിയ ഒരാൾ. അയാളെ BJP കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അതാണ് നിതിൻ ഗഡ്കരിയുടെ വരവ് പോലെ മറ്റൊരാൾ ഇപ്പോൾ വരാൻ കാരണമായത്. വികസനത്തിൻ്റെ സന്ദേശവാഹകൻ, എല്ലാ അർത്ഥത്തിലും ഒരു നാടിനെ നയിക്കാൻ കെൽപ്പുണ്ട് എന്ന് ഒരു പാർട്ടി, ആ പാർട്ടിയുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ നോക്കിക്കണ്ടുപിടിച്ച ഒരാൾ. വെറുതെയാവില്ലല്ലോ BJP എന്ന ഏറ്റവും വലിയ പാർട്ടി സംവിധാനത്തിൻ്റെ അമരത്തേക്ക് അയാൾക്ക് വഴി തുറന്നു കൊടുക്കുന്നത്. ചെയ്തു കാണിച്ചവ പ്രവൃത്തിയാണ് പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ മണ്ഡലത്തിൽ പാർട്ടിക്കു വേണ്ടി ഒക്കെ എന്ത് ചെയ്തുവെന്ന് ബോധ്യപ്പെടുന്ന സമയത്താണ് 10 വർഷം RSSൽ സജീവ സാന്നിധ്യമായിരുന്ന ബാല്യകൗമാരകാലം, അതിനുശേഷമാണ് BJPയിലെത്തി MLA ആയി 2 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയത്. അങ്ങനെ ഒരാൾ പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയാണ്. അത് വലിയൊരു വാർത്തയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ആരെയെങ്കിലും സ്ഥാനത്തേക്കിരുത്തുക എന്നതല്ല, അതിന് യോഗ്യനായ ഒരാളെ കണ്ടെത്തുക, അതിനുശേഷം ആ ചുമതല ഏൽപ്പിക്കുക, അതാണ് പ്രധാനമെന്ന് ഒരിക്കൽ കൂടി, ഒരാവർത്തി കൂടി വ്യക്തമാവുകയാണ്. ശ്രീകാന്ത്, കൃഷ്ണാജി പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തു നിന്നും തുടങ്ങേണ്ടത്, അതായത് ഏതെങ്കിലും ഒരാളെ മാധ്യമങ്ങൾ കരുതുന്ന, രാഷ്ട്രീയ വിശാരദന്മാർ കരുതുന്ന ഏതെങ്കിലും ഒരാളെ കണ്ടെത്തി അയാളെ ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതല്ല ഇവിടെ നടക്കുന്നത്. 2, ഇതൊരു നേതൃമാറ്റവുമല്ല. ഒരു പുതിയ വർക്കിംഗ് പ്രസിഡന്റിനെ ഈ കൂട്ടത്തിൽ നിന്നും കണ്ടെത്തി ഒരാളെ നിയമിക്കുന്നു എന്നതുമല്ല. ഈ സ്ഥാനത്തേക്ക് വരുന്നയാൾ വെറും 45 വയസ്സ് മാത്രമുള്ള ഒരാളാണ്. 45 വയസ്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലമാണ്. 45-ൽ നിന്നും പിന്നീട് താണ്ടാൻ ഒട്ടനവധി ദൂരമുണ്ട്. 45-ാം വയസ്സിൽ ഇത്രയധികം മികച്ചൊരു പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം കടന്നു പോകാൻ പോകുന്ന ദൂരം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അത്രയധികം സമയമടക്കം അദ്ദേഹത്തിന് കിട്ടും. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് കൃഷ്ണാജിത്തിൽ. ഈ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് BJP ഒന്നാം കക്ഷിയാണോ രണ്ടാം കക്ഷിയാണോ? സീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം കക്ഷിയാണ്. എന്നാൽ ഒന്നാം കക്ഷിയാണോ അതോ രണ്ടാം കക്ഷിയാണോ? പലപ്പോഴായി ഉയരുന്ന ചോദ്യമാണ്. JDUവിന് താഴെയാണോ, JDUവിന് ഒപ്പമാണോ, JDUവിന് മുകളിലാണോ? ഇതാണ് ചോദ്യം. BJP ഇന്ന് വരെ ആ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം BJPക്ക് അവിടെ അവതരിപ്പിക്കാൻ ഒരു മുഖം കൃത്യമായി ഇല്ല എന്നുള്ളത് സത്യമാണ്. നേരത്തെ സുശീൽ കുമാർ മോദി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്ന് പിന്നീട് അവിടെ ഒരു മുഖം BJPക്ക് അവതരിപ്പിക്കാൻ അങ്ങനെ സാധിച്ചിട്ടില്ല. സാമ്രാട്ട് ചൗധരിയെ പോലെയുള്ള ആളുകൾ, ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെയാണ്. സാമ്രാട്ട് ചൗധരിയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ അവിടെ നിന്നും ഉണ്ട്. BJP രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സജീവമായി തന്നെയുണ്ട്. പക്ഷേ ഒരു ജനകീയ മുഖം അവതരിപ്പിക്കാൻ BJPക്ക് സാധിച്ചിരുന്നില്ല. അത് എക്കാലത്തെയും വലിയ പ്രശ്നമായിരുന്നു. ഭാവിയിൽ അവിടുത്തെ RJDയും JDUവും പോലെയുള്ള പ്രാദേശിക കക്ഷികൾ പൂർണ്ണമായും തകരുമെന്നും ദേശീയ കക്ഷികൾക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ BJP അടിവരയിട്ട് തെളിയിക്കുകയും ചെയ്തു. BJPയുടെ ലക്ഷ്യം ഈ ഒരു 5 വർഷക്കാലമല്ല, അടുത്ത ഒരു 5 വർഷക്കാലമല്ല, ബീഹാറിലെ പാർട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കുക, ബീഹാറിൽ പാർട്ടിക്ക് കൃത്യമായ സംഘടനാ സംവിധാനം, നേതൃനിര കൂടി ചിട്ടപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്